വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ. അമ്മാ ബഅദ്. അപ്പോൾ പേജ് നമ്പർ 513 തുടക്കം. പേജ് നമ്പർ 513, ആയത്ത് നമ്പർ 16 അല്ലേ? ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتولى يعذبه عذابا أليما لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأصابهم فتحا قريبا ومغانم كثيرة يأخذونها وكان الله عزيزا حكيما وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا. അപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്, പണ്ടൊരിക്കൽ ഹുദൈബിയ സന്ധിയിലേക്കുള്ള ആ യാത്രയിൽ പിന്നോക്കം നിന്ന ആളുകൾ പിന്നീട് ശക്തി കുറഞ്ഞ ശത്രുക്കളുമായി മുസ്ലിമീങ്ങൾക്ക് പോരാട്ടമുണ്ടാകുന്ന ഒരവസരത്തിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരാം എന്ന് പറഞ്ഞു നോക്കി. പണ്ട് പോരാൻ കൂട്ടാക്കാതിരുന്ന നിങ്ങൾ ഇനി പോരരുത് എന്ന് നിങ്ങൾ അവരോട് പറയണം. അവരെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന അള്ളാഹുവിൻ്റെ വാക്കിനെ മാറ്റാൻ പറ്റുമോ എന്നാണ് ഇപ്പം അവർ പരിശോധിക്കുന്നത്. അവരോട് പറ്റില്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരേണ്ടതില്ല എന്ന് കട്ടായമായി പറയുക. അപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞു എന്ന് വരുമ്പോൾ സയഖൂലൂന ബൽ തഹ്സുദൂനന, ഞങ്ങളും നിങ്ങളുടെ കൂടെ പോന്നാൽ കിട്ടുന്ന മുതലിൽ ഞങ്ങളും പങ്കാളികളായാൽ ഞങ്ങൾക്കും തരേണ്ടി വരുമല്ലോ വിഹിതം, അത് നിങ്ങൾക്ക് കുറഞ്ഞു പോകുമല്ലോ എന്ന അസൂയയാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടാത്തത് എന്നൊരു പക്ഷേ അവർ പറഞ്ഞേക്കാം. ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് എന്താണ് എന്നത് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. എന്നിട്ട് അള്ളാഹ് പറയാ, അവരെ ഞാൻ സ്ഥിരമായി ഒഴിവാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അള്ളാന്റെ പരീക്ഷണങ്ങൾ വരുന്നവരെ വരവേ.
ഒരിക്കൽ പിന്തിരിഞ്ഞു നിന്ന ആളുകളെ ഇനി അതിനേക്കാൾ ചെറിയ ടീം വരുമ്പോൾ, ശത്രുക്കൾ വരുമ്പോൾ അവരുമായി ഏറ്റുമുട്ടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരെ കൂടെ കൂട്ടാൻ ഞാനൊരവസരം വെച്ച് തരും. അവരോട് പറയുക, കൊല്ലിൽ മുഖല്ലഫീന മിനൽ അഅറാബി, ആ അഅറാബികളിൽ നിന്ന് മുഖല്ലഫുകളായ പിന്തിരിഞ്ഞു നിന്ന ആളുകളോട് താങ്കൾ പറയണം, സതുദഊന, നിങ്ങൾക്ക് ഇനിയും ക്ഷണം ലഭിക്കപ്പെടും, നിങ്ങൾ ഇനിയും വിളിക്കപ്പെടും. ഇപ്പൊ സ്ഥിരമായിട്ട് പോരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ ഇനിയും അള്ളാഹു പോരാട്ടത്തിലേക്ക് വിളിക്കും. പക്ഷെ അത് ഇലാ ഖൗമിൻ ഉലി ബഅ്സിൻ ശദീദ്, ബഅ്സ് പറഞ്ഞ ആപത്തുണ്ടാക്കാൻ കഴിവുള്ളവർ, ഉലി എന്ന് പറഞ്ഞാൽ ഉള്ളവർ എന്നർത്ഥം. ഉലി ബഅ്സ് ആപത്തുണ്ടാക്കാൻ കഴിവുള്ളവർ, ശദീദ് മുസ്ലിമീങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കഴിവുള്ള ടീമുകളുമായി മുസ്ലിമീങ്ങൾക്ക് പോരാടേണ്ടി വരുമ്പോൾ അപ്പം നിങ്ങളെ വിളിക്കാൻ വിളിയോ. ഓശാരത്തിന് വന്നിട്ട് ഇങ്ങോട്ട് മുതലുണ്ടാക്കി പോരാമെന്ന് വെച്ചിട്ട് നിങ്ങൾ മെനക്കെട്ട് നടക്കണ്ട. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ഞങ്ങളും പോരാമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കും. തുഖാതിലൂനഹും, ഒരുപക്ഷെ നിങ്ങൾ അവരോട്ട് യുദ്ധം ചെയ്യേണ്ടി വരും, ഈ ശക്തന്മാരായ ശത്രുക്കളോട്. ഔ യുസ്ലിമൂൻ, ചിലപ്പോൾ യുദ്ധമില്ലാതെ അവർ കീഴടങ്ങി എന്നും വരാം. അത്തരം ഒരു ടീമുമായി പോരാടുമ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കാം. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് നമ്മൾ അത് പ്രകാരത്തിൽ നടപ്പിലാക്കാൻ അപ്പോൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദേഷ്യവും കോപവും നമ്മുടെ മേലുണ്ടാകും. പിന്നീട് നമുക്ക് അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ റബ്ബ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ കഴിവിൻ്റെ പരമാവധി നടപ്പാക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകലാണ് അള്ളാഹുവിൻ്റെ കോപം ഇല്ലാതിരിക്കാനും അതോടൊപ്പം അവൻ്റെ തൃപ്തി ലഭിക്കാനും ഭാവി ജീവിതം നമ്മളുടേത് മെച്ചപ്പെട്ടതും സുന്ദരവും സമാധാനപൂർണവുമാകാൻ നല്ലത്. ഫഇൻ തുതിഉ, അങ്ങനെ ശക്തരായ എതിരാളികൾക്കെതിരിൽ നിങ്ങൾ വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ അത് അനുസരിച്ച് ആ പോരാട്ടത്തിന് തയ്യാറായാൽ യുഅ്തികുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നൽകും അജ്റൻ ഹസന, നല്ല പ്രതിഫലം നൽകും, നല്ല പ്രതിഫലം നൽകും. അല്ല അപ്പോഴും വൈൻ തതവല്ലൗ, നിങ്ങൾ പിന്മാറാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ കമാ തവല്ലൈതും മിൻ ഖബൽ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പിന്മാറിയതുപോലെ തന്നെ എളുപ്പമുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നാലെ പോരുകയും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുമ്പോൾ പിന്മാറുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ തനി സ്വഭാവം, പതിവ് സ്വഭാവമെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ, നിങ്ങളെ അവൻ യുഅദ്ദിബുക്കും ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ നിങ്ങളെ അവൻ അനുഭവിപ്പിക്കും. ഇത് രണ്ട് തലങ്ങളിലേക്കാണ് ഇത് നമ്മൾ കൊണ്ടുപോവുക. അള്ളാന്റെ ദീനിൽ നിന്ന് പിന്മാറുക എന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് പിന്മാറുക എന്നത് നമ്മുടെ ദുനിയാവിനും പരലോകത്തിനും ക്ഷതമേൽപ്പിക്കാൻ അല്ലാതെ അതുകൊണ്ട് നമുക്ക് മെച്ചങ്ങളൊന്നും കിട്ടാൻ ഇല്ല. തൽക്കാലം ചില മെച്ചങ്ങളൊക്കെ കിട്ടി എന്ന് വരികിലും അതുകൊണ്ടുണ്ടാവാനുള്ള പരലോക വിജയം അത് വേറെ തന്നെയാണ്. അതിനെ ഈ പിന്മാറ്റം തടസ്സം നിൽക്കും. രണ്ടാമത്തെ കാര്യം, മുസ്ലിങ്ങൾ പൊതുവായി നേരിടുന്ന ഒരു വെല്ലുവിളിയിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് ശറഈയായ ഒഴിവുകഴിവില്ലാതെ പിന്മാറുക എന്നത് മഹാപാപങ്ങളിൽ ഏഴാമത്തേതാണ്. മഹാപാപങ്ങൾ ഏഴായിട്ട് എണ്ണി പറഞ്ഞപ്പോൾ അതിൽ അവസാനത്തേത് പറഞ്ഞത് വത്തവല്ലി യൗമു സഹ്ഫ് എന്ന, ആപൽ ഘട്ടങ്ങളിൽ മറ്റു കൂട്ടുകാരെ ഒറ്റിക്കൊടുക്കാൻ, കൂട്ടുകാരെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ പിന്മാറിക്കളയുക എന്നത് മഹാപാപങ്ങളിൽ ഏഴാമത്തേതാണ്. ശിർക്ക്, സിഹർ, പലിശ, അനാഥയുടെ സ്വത്ത് പുതിക്കൽ, മറ്റുള്ളവരെ കൊലപാതകം നടത്തൽ, പാവം പെൺകുട്ടികളെക്കുറിച്ച് അപവാദം പറയൽ, അതോടുകൂടിയാണ് ഒരു കൂട്ടായ മുസ്ലിം പൊതു
തീരുമാനത്തിൽ നിന്ന്, നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുക എന്നത് ശറഈയായ ഉദുറുകൾ കാരണങ്ങളില്ലാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങൾക്കത് പറ്റിയതല്ല. എത്രമാത്രം പറ്റിയതല്ല എന്ന് ചോദിച്ചാൽ, സൂറത്ത് അഹ്സാബിന്റെ അവസാനത്തെ ആയത്തില്, അല്ല സൂറത്ത് നൂറിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയും 62-ാമത്തെ ആയത്തില്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവരായ ശരിയായ മുഅ്മിനീങ്ങൾ വഇദാ കാനൂ മഅഹു അലാ അംറിൻ ജാമിഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു പൊതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ലം യദ്ഹബൂ, അവർ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയില്ല ഒരാളും. ഹത്താ യസ്തഅ്ദിനൂഹു, നേതാവ് അനുവദിച്ചാലല്ലാതെ പിന്മാറിപ്പോവുകയില്ല. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പാലിക്കേണ്ടി വന്ന ആ പൊതു നിയമം എല്ലാ കാലത്തും സ്വന്തം നേതൃത്വത്തോട് അനുയായികൾക്ക് നിർബന്ധമായ കാര്യമാവുന്നു. മതനേതൃത്വത്തോട്, പള്ളി കമ്മിറ്റിയോട്, നമ്മുടെ വീട്ടിലെ ഉപ്പയോട് ഉമ്മയോട് ഒക്കെയുള്ള നമ്മുടെ ബാധ്യത, നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്കൊരു നേതാവ് ഉണ്ടായിരിക്കെ അയാളുടെ അനുവാദമില്ലാതെ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ഈ ആയത്ത് എത്രമാത്രം താഴേക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഒരു മീറ്റിംഗ് നടക്കുന്നു. നമ്മൾ KNM ISM വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഒരു മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ ആ മീറ്റിംഗിൽ നിന്ന് ഒഴിവായി പോകാൻ നമുക്ക് അപ്പോൾ ഒരു മിസ് കോൾ ഉണ്ട് വരില്ല, കോളൊന്നും വന്നിട്ടുണ്ടാവില്ല. കേട്ടില്ലത്, ഒരു കോള് കിട്ട് വരില്ല. അപ്പൊ ഒരു വെച്ചിട്ട് ഇങ്ങനെ അവിടെ പോകും. എന്നിട്ട് ഓൻ ബൈക്കുമ്പോൾ കയറിയാണ് പോവുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഒരു കോളും വന്നിട്ടുണ്ടാവില്ല. ശരി, അടുത്തതോ, നേതാക്കന്മാര് വയസ്സന്മാര് KNM മീറ്റിംഗ് നടക്കുമ്പോൾ സ്വഭാവം തന്നെ, കോള് വരില്ലല്ലോ, ഒരു മെല്ലെ മെല്ലെ അങ്ങനെ നീച്ചു പോകല. ഒരു നാട്ടുപ്രമാണിമാരായതുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാതിരിക്കല, ഒക്കെ കണക്കന്നെ. സത്യത്തില് ഒരു മതസംഘടന എന്ന രൂപത്തിൽ, മതവിശ്വാസികൾ എന്ന രൂപത്തിൽ ഇത് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദ കേടുകളിൽപ്പെട്ട ഒന്നാണ്. നമ്മൾ ഉപേക്ഷിക്കേണ്ട മര്യാദ സ്വഭാവമാണ് ഇത്. വൈദാക്കാനോ മഅഹു അലാ അംറിൻ ജാമിഇൻ, ഒരു പൊതു കാര്യം ചർച്ച ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട ഒരു സദസ്സിൽ നിന്ന് ലം യദ്ഹബു, ഒരൊറ്റയാളും ഇറങ്ങിപ്പോകാൻ പാടില്ല. ഹത്താ യസ്തഅ്ദിനൂഹു, ഈ നേതാവിന്റെ സദസ്സിന്റെ യോഗത്തിന്റെ അധ്യക്ഷന്റെ അനുവാദം ലഭിച്ചതിന് ശേഷമല്ലാതെ ഇറങ്ങിപ്പോകാൻ പാടില്ല. സാധാരണഗതിയിൽ നന്ദി പറയുമ്പോൾ മൈക്കിനോടും കസേരകളോടും നന്ദി പറയേണ്ട ഒരു ഇടങ്ങേറൊക്കെ വരാറുണ്ട് നമ്മളുടെ മതസംഘടനകൾക്കും അല്ലാത്തവരാണ് വിട്ടളി. നമ്മൾ ഈ സുന്നത്ത് പാലിക്കുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് ഈ പണി മേലിൽ ഇവിടെ കോട്ടപ്പടിക്ക് ഉണ്ടെങ്കിൽ പാടില്ല, എന്നെ കേൾക്കുന്ന ഒരാൾക്കും പാടില്ല. അങ്ങനെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അധ്യക്ഷനോട് ചോദിക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ. അധ്യക്ഷൻ അനുവാദം, അങ്ങനെ ചോദിക്കണവർക്ക് അനുവാദം കൊടുക്കണം. പിന്നെ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അധ്യക്ഷനോട് ചോദിക്കാണ് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ ഔട്ടിയാക്ക പറയും പൊയ്ക്കോളി എന്ന് പറയും. ആ ചോദിച്ചത് ഔട്ടിയാക്കാണ് പ്രസിഡന്റ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടോ. ഔട്ടിയാക്കന്നെ ആദ്യം പോവാണിച്ചാലോ പേരൊരു കുഴപ്പമില്ലല്ലോ. അപ്പോ അങ്ങനെ ചോദിച്ചാൽ പൊയ്ക്കോളി എന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ, അധ്യക്ഷൻ പറഞ്ഞാൽ നമുക്ക് പോകാം. പക്ഷേ പിന്നെ ആവശ്യമുള്ള കാരണങ്ങൾക്കാണോ അനുവാദം ചോദിച്ചത് എന്നത് അവിടെ മേലെ വേറൊരാൾ ചോദിക്കാനിരിക്കുന്നു. അതുകൂടെ ഒന്ന് ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ സന്ദർഭത്തിൽ നിന്ന് അടർന്നു പോയതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. മഹാപാപങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിം ബഹുജന സാമാന്യം നേരിടുന്ന ഒരു വെല്ലുവിളിയെ ഒന്നിച്ചെതിർക്കാനുള്ള തീരുമാനമുണ്ടാവുകയും ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് പിന്മാറുകയും ചെയ്യുക എന്നത് സബഉൽ മൂബിഖാത്തിലാണ് അത് ഉൾപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു സബഉൽ മൂബിഖാത്ത് എന്ന് പഠിപ്പിക്കുകയാണ്. മുത്തഫഖായ റിപ്പോർട്ട്. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു വമാഹുന്ന യാ റസൂലല്ലാഹ്, അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർകു ബില്ലാഹ് വസ്സിഹ്റു വഖത്ലുൻ നഫ്സ് വഅക്ലു മാലൽ യതീം വഅക്ലു റിബ വതവല്ലി യൗമു സഹഫ വഖദ്ഫുൽ മുഅ്മിനാത്തിൽ മുഹ്സിനാത്തിൽ ഗാഫിലാത്ത്.
അപ്പൊ മഹാപാപങ്ങൾ പള്ളി ദർസിൽ വരെ അത് പഠിപ്പിക്കുന്നുണ്ട്. മഹാപാപങ്ങൾ 7 പറഞ്ഞു ത്വാഹ നബിയുള്ള. അതിലൊന്ന് ഇലാഹിന് സമന്മാരെ പിടിക്കല്ലേ. ഓല അവിടെ തന്നെ തെറ്റിച്ചു പോയതാ. ഒന്നാമത്തത് അവരെന്നെ പറയണത് മഹാപാപങ്ങൾ 7 പറഞ്ഞു ത്വാഹ നബിയുള്ള. അതിലൊന്ന് ഇലാഹിന് സമന്മാരെ പിടിക്കല്ലേ എന്നാ. ഓല അതന്നെ തെറ്റിച്ചു പോയി. പിന്നെ ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് തെറ്റിക്കാതെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ബാക്കിയുള്ളത് ഇനി നമ്മളെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന, പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഫൈൻ തുത്തിയോ യൂത്തിക്കുമുല്ലാഹു അജ്റൻ ഹസനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ക്ഷണം, ആ വിളി, ആ നിർദ്ദേശം, ആ കൽപ്പന നിങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിൽ ഗനീമത്തായി യുദ്ധം മുതലായും പരലോകത്ത് സ്വർഗമായും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. വൈൻ തതവല്ലൂ കമാ തവല്ലൈതും മിൻ ഖബൽ. പണ്ട് ഹുദൈബിയയിലേക്ക് പോയപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു മാറിയതുപോലെ ഇനിയും പിന്തിരിയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ. അള്ളാഹു നിങ്ങളെ വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് മുസ്ലിങ്ങൾക്ക് പൊതുവിൽ ഖിയാമത്ത് നാളോളത്തിനുള്ള നിർദ്ദേശമാണ്. ഇനി അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം കാരുണ്യവാനാണ് എന്നതിന്റെ ഒരു തെളിവ് നോക്കാണ്. ലൈസ അലൽ അഅ്മാ ഹറജുൻ. എന്നാൽ മുകളിൽ പറഞ്ഞ ഈ കർശനമായ നിർദ്ദേശം അന്ധന് ഇത് ലംഘിക്കുന്നതിൽ ലൈസ അലൽ അഅ്മാ ഹറജുൻ, കുറ്റമില്ല. അന്ധന് ഇങ്ങനെ യുദ്ധരംഗങ്ങളിൽ പൊതു തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ കുഴപ്പമില്ല. വലാഅലൽ അഅറജ് ഹറജുൻ. അഅറജ് എന്ന മുടന്തനാണ്. മുടന്തനും ഈ തീരുമാനം അംഗീകരിക്കേണ്ടതില്ല. അയാൾക്കും മാറി നിൽക്കാം, കുഴപ്പമില്ല. വലാഅലൽ മരീളി ഹറജുൻ. രോഗിക്കും കുഴപ്പമില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ? രോഗിക്ക് കുഴപ്പമില്ല എന്നാ പറഞ്ഞു. രോഗി പോരരുത് ഇതല്ല പറഞ്ഞു അല്ലേ. മുടന്തന് കുഴപ്പമില്ല എന്നാ പറഞ്ഞു. അന്ധന് കുഴപ്പമില്ല എന്നാ പറഞ്ഞു. അപ്പോഴും ഹൈറെന്താ? ഇതിന്റെ കൂടെ നിൽക്കല അല്ലേ. മുസ്ലിം ബഹുജന സാമാന്യത്തിന്റെ നിലപാടുകൾക്ക് കൂടെ നിൽക്കണാണ് അപ്പോഴും അവർക്ക് നല്ലത്. നിങ്ങൾക്കറിയുമോ, 9 മാസം ഗർഭവും പ്രസവവേദനയും അടങ്ങിയ സമയത്ത് തുടങ്ങിയ സമയത്ത് യുദ്ധരംഗത്ത് പങ്കെടുക്കുന്ന ഒരു സ്വഹാബി വനിത ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ സഹാബികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനും മുറിവ് കെട്ടാനും അവർക്ക് മുറിവ് പറ്റിയാൽ അതിന് ശുശ്രൂഷ നൽകാനും ശത്രുക്കളിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും പിന്നെ വീണ് കിടക്കുന്ന അമ്പുകളും ആയുധങ്ങളും കുന്തങ്ങളും പൊരുക്കി മുസ്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി യുദ്ധരംഗത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ച ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവർക്ക് പ്രസവ വേദന തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവിടെ നിന്നാണ്ട് വേറെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഉമ്മു സുലൈമിനെ പറഞ്ഞത്. 13 വയസ്സുള്ള 2 പയ്യന്മാർ പരസ്പരം ഉഹദിലേക്ക് പോരുവാൻ വേണ്ടി ഗുസ്തി പിടിക്കുന്ന സംഗതിയും അതേ ഇസ്ലാം തന്നെയാണ് പഠിപ്പിക്കുന്നത്. 2 ആളുകൾ റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു, പിന്നെ സമ്റത്ത് ഇബ്നു ജുൻദബ് റളിയല്ലാഹു അൻഹു, 2 ആളും 13 വയസ്സുകാരാ. 2 ആളും ഒന്നിച്ച് കളിക്കുന്ന ആളുകളാ. ഉഹദ് യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെങ്ങനെ സെലക്ട് ചെയ്യുന്നതിനിടയിൽ സമ്റക്ക് മനസ്സിലായി മുതിർന്ന ആളുകളെ മാത്രമേ നബി സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ സമ്ര എന്ത് ചെയ്ത്, സമ്ര അങ്ങനെ തള്ളവരിലും അങ്ങനെ കുത്തിങ്ങനെ നിന്ന് വലുപ്പം കൂട്ടി വെച്ച്. അത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സമ്ര സെലക്റ്റഡായി. പക്ഷെ 4 ആളുകൾക്ക് ബാക്കിൽ റാഫി ഇബ്നു ഖദീജ നിൽക്കുന്നുണ്ടായിരുന്നു. റാഫി ഈ ബുദ്ധി തോന്നിയില്ല. റാഫി തള്ളപ്പെടുകയും ചെയ്തു. റാഫി നബിയുടെ കൈമ പിടിച്ച അത് പറ്റൂല, ഞാനും പോലും ഇങ്ങനെ എടുക്കണം. ആരാണ് എന്തിനാണ് എടുക്കണത്? മോനെ, കുട്ടികൾക്ക് ഇത് നിർബന്ധമല്ല. അതാ നിൽക്കണോ സമുറ? നിങ്ങൾ സമുറനെ സെലക്ട് ചെയ്തില്ല. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, ഒപ്പം കളിച്ചെടുക്കുന്ന ആൾക്കാരാ. സമുറയെ കൊണ്ടുപോയാൽ ഇന്നേയും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓനെയും കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമുറയ്ക്ക് ഞാൻ പോകാൻ അനുവാദം കൊടുത്തല്ലോ കുഞ്ഞെ, ഞാൻ എൻ്റെ വാക്ക് മാറ്റൂല. അപ്പൊ റാഫി പറഞ്ഞത്, എന്നാല് സമുറനെ ഞാൻ ഗുസ്തി പിടിച്ച് തോൽപ്പിച്ചാൽ നിങ്ങൾ ഇന്നേയും കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മളെ മക്കൾ എവിടെയാണ്? നമ്മളെ മക്കളെ നമ്മൾ എന്ത് കണ്ടിട്ടാണ് വളർത്തുന്നതെന്ന് അറിയാനാതെ പറഞ്ഞു. സമുറയെ ഗുസ്തി പിടിച്ച് തോൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ? എന്തിനും മരിക്കാനാ പോണത്, പന്തളിക്കാനല്ല അല്ലേ? കൊണ്ടുപോകാം.
ചുരുക്കത്തിൽ റാഫി സമുറയെ ഗുസ്തിയിൽ തോൽപ്പിച്ചു. രണ്ടുപേരും ഉഹദിൽ പങ്കെടുക്കുകയും ധീരമായി അവർ കഴിയാവുന്ന രൂപത്തിൽ അതിൽ പോരാടുകയും ചെയ്തു. ഒരു പോറലും ഏൽക്കാതെ തിരിച്ചു പോരുകയും ചെയ്തു. നമ്മളെ വിചാരം എന്താ, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോകാൻ മാത്രമേ സൈക്കിളുമ്പോൾ കയറിയാൽ വീഴുള്ളൂ എന്നാ അല്ലേ? നേരം വെളുത്ത് വൈകുന്നേരം വരെ അങ്ങാടി കൂടെ മുഴുവനും കുട്ടി സൈക്കിളിൽ ഒട്ടി ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ, ജമാഅത്തിന് പള്ളിയിൽ പോയാൽ അപ്പം എന്തോ അപകടം ഉണ്ട് നമ്മാക്കും മാപ്പാക്കും തന്നെയാണ് തോന്നിപ്പോയി. കുറെ കാലം കഴിഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും തന്നെ പറഞ്ഞ് പഴയ മാതിരിയൊന്നല്ല, മക്കള് നിസ്കരിക്കണില്ല, എന്റെ അമ്മയും ബാപ്പയൊക്കെ എങ്ങനെ ഇരുന്ന് എന്ന് അപ്പം ചോദിക്കാം. അപ്പൊ ഞാൻ ഉമ്മയും ബാപ്പയും ആയപ്പോ ഞാനാണ് ഈ മക്കളെ പഴപ്പിച്ചതെന്ന് ഏതെങ്കിലും ഉമ്മയും ബാപ്പയും ആലോചിക്കുന്നുണ്ടോ? അല്ലേ? അപ്പൊ ഇനി ഇവിടുന്ന് നാട്ടിൽ പോകണോ? ഞാൻ പറഞ്ഞുതരാം. അംർ ജമ്മൂഹൽ അൻസാരി റളിയല്ലാഹു അൻഹു രണ്ട് കാലുകളും പിന്നോക്കം വളഞ്ഞ മനുഷ്യനായിരുന്നു. രണ്ട് കാലുകളും പിന്നോക്കം വളഞ്ഞ് ഇരുന്ന് നിരങ്ങുന്ന മനുഷ്യൻ. 4 ആൺമക്കൾ. ആൺമക്കളിൽ 2 പേർ ബദറിൽ ഷഹാദത്ത് വരിച്ച് സ്വർഗാവകാശികളായി. അടുത്ത വർഷം ഉഹദ് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നു. മക്കൾ ബാക്കിയുള്ള 2 പേർ വീട്ടിൽ വന്ന് ആയുധമെടുത്ത് പുറത്തു പോകുമ്പോൾ വാപ്പ അന്വേഷിക്കുന്നു, എവിടക്കാൻ? ഞങ്ങളിങ്ങനെ യുദ്ധത്തിന് പോവുകയാണ്. അപ്പൊ എന്നെ എൻ്റെ അമ്മാനെ നോക്കാൻ ആരുണ്ട് എന്നല്ല ചോദിക്കുക. നിക്കവിടെ, ഞാനാണ് പോണത് എന്നാ. നിക്കവിടെ രണ്ടാളും, ഞാനാണ് പോണത്. അല്ലല്ല വാപ്പ, നിങ്ങളല്ല ഞാനാണ്. നിങ്ങളിവിടെ ഇരുന്നോളി, ഇമ്മാനെ നോക്കണം, നിങ്ങൾ ഇമ്മാനെ നോക്കണം, ഞാനാണ് പോണത്. അങ്ങനെ ഈ മനുഷ്യൻ നിരങ്ങി 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 നബിയുടെ അടുത്തെത്തി പള്ളിയിൽ, ഞാനും പോരും, ഇതാക്കടോ ഹറജ്, ഞാനും പോരും. വിശ്വാസം വേണ്ട, നിനക്ക് യുദ്ധത്തിൽ നിന്ന് ഒഴിവുണ്ട്, നിന്റെ ഈ വൈകല്യം പ്രയാസാകും, മാത്രമല്ല യുദ്ധം വിജയിക്കാനും തോൽക്കാനുമുള്ള സാധ്യതയുണ്ട്, പരാജയപ്പെട്ടാൽ നീ ഒന്നിനും വയ്യാത്ത നിസ്സഹായ അവസ്ഥയിലെത്തും, അതുകൊണ്ട് പോരരുത് അംറേ, പോരരുത്, നീ പോരേണ്ടതില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ പറ്റില്ല, എനിക്ക് 2 ന്യായങ്ങൾ പറയാനുണ്ട്. എന്റെ 2 മക്കളെ കഴിഞ്ഞ വർഷം സ്വർഗത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു, എനിക്കവരെ കാണണം, എനിക്കവരെ അവിടെ വെച്ച് കാണണം. ഇനി ഇതാ 2 മക്കൾ കൂടി പോകാനിരിക്കുന്നു, എന്റെ മക്കൾക്ക് മാത്രം പോരാ, എനിക്കും വേണം. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അംറേ നിനക്ക് ഒഴിവ് കഴിവുണ്ടല്ലോ, നീ പോരേണ്ടതില്ല. അപ്പൊ അംർ പറയാൻ, നബിയെ എന്താണ് ഒഴിവ് കഴിവ്? നിനക്ക് എഴുന്നേക്കാൻ വയ്യ, ഓടാൻ വയ്യല്ലോ. അപ്പൊ അദ്ദേഹം പറയാം, അതല്ലേ നല്ലത്, ആലോചിച്ചോളിട്ടോ, അതാണ് എന്റെ പ്ലസ് പോയിന്റ്. പണ്ട് കുഞ്ഞുണ്ടി മാഷ് പറഞ്ഞില്ലേ, പൊക്കമില്ലാത്തതാണ് പൊക്കം, പൊക്കമില്ലാത്തതാണെന്റെ പൊക്കം. സ്വന്തം മൈനസ് പോയിന്റുകളെ പ്ലസ് പോയിന്റുകളായി കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ളവനാണ് ആര്? മുസൽമാൻ. അപ്പൊ എന്താണ് നിന്റെ പ്ലസ് പോയിന്റ്, ഇതുകൊണ്ട് എന്താ ഉപകാരം വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ, നബിയെ യുദ്ധം തിരിച്ചടിച്ചാൽ നമ്മൾ ചെതറിയോടും, ചെതറിയോടുമ്പോ ഓടാത്ത ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് ഞാനാണ്. ആ പതാക എൻ്റെ അടുത്ത് തന്നാൽ മതി, ഞാനത് പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോളാം. ഏതിലെ പോകുന്ന മുസ്ലിമീങ്ങളും ഇസ്ലാമിന്റെ പതാകന്റെ കീഴിൽ ഒരുമിച്ച് കൂടാതിരിക്കില്ല. അതിന് വേറെ ആരെടുത്തു കൊടുത്താലും ഓടിയാൽ എല്ലാവരും ഓടും. നീക്ക് ഓടാൻ വയ്ക്കൂല, ഞാൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോളാനാ. അത് തന്നെ സംഭവിച്ചു ഉഹദിൽ, അത് തന്നെ ഉഹദ് തിരിച്ചടിച്ചു. മുഴുവൻ സഹാബികളും ഓടി. അവസാനം അവർ ഒരുമിച്ച് കൂടിയത് അംർ ഇബ്നു ജമ്മൂഹൽ അൻസാരിയുടെ പതാകക്ക് കീഴിലായിരുന്നു. പക്ഷെ അംർ വെട്ടേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. എന്നിട്ടും ഈ പതാക കക്ഷത്തിൽ അടുക്കി പിടിച്ചത് താഴാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിരുന്നു. ഞാനിങ്ങളൊക്കെ മുസ്ലിമാന്ന് പറയൽ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചോളൂ. നമ്മളൊക്കെ മോഹിക്കുന്ന സ്വർഗം നമ്മളിൽ നിന്ന് എത്രമാത്രം അകലെയാണെന്നൊന്ന് ആലോചിച്ചോളൂ. ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ആളില്ല, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ആളില്ല, ഖുർആൻ പഠിക്കാൻ ആളില്ല, മദ്രസയ്ക്ക് വിടാൻ കുട്ടികളില്ല, ഒരു പണിക്കും നമുക്ക് ആളെ കിട്ടാനില്ല. എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണെന്ന് മുസ്ലിമീങ്ങൾ അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നു. മുജാഹിദുകൾക്ക് മാത്രം എങ്ങനെ കുട്ടികൾ ഉണ്ടാവാതിട്ട് ഇരിക്കണ്ടോ? ആലോചിച്ചോക്കാണ്. ആളിൽ ഇന്നിപ്പോ ഒരു മദ്രസയിൽ പോയപ്പോ 35 കുട്ടികളിൽ 21 വന്നിട്ടുള്ളൂ. മദ്രസ പരിശോധിക്കാൻ പോകുമ്പോ 35 കുട്ടികളെ ആകുള്ളൂ, അതിൽ 21 വന്നിട്ടുള്ളൂ. ഞായറാഴ്ചയാണ്, സ്വാഭാവികമായിട്ടും കുട്ടികളെ മദ്രസയിലേക്ക് വരേണ്ട ദിവസമാണ്. പക്ഷേ എന്തേക്കും പറഞ്ഞ് എന്താ കാരണം? ഉമ്മാൻ്റെ കൂടി ചെയ്തവർ.
2 ദിവസം ഒന്നിച്ച് അവധി കിട്ടിയപ്പോ കുട്ടികൾ ഉമ്മാൻ്റെ കൂടി പോയി. എന്നിട്ട് നിങ്ങളാ തന്നെ, എന്നിട്ട് നമ്മളാ ഇവിടെ ദീന് വളർത്താൻ നിൽക്കണത്. 5 ദിവസം സ്കൂൾ ഉണ്ടായപ്പോ പോയില്ല, 2 ദിവസം മദ്രസകൾക്ക് വിഷയമല്ല, ആർക്ക്? നമ്മുടെ മാതാപിതാക്കൾക്ക് വിഷയമല്ല. എന്നിട്ട് കുട്ടികളെ ദീന് പഠിക്കണില്ല, കുട്ടികൾക്ക് മതബോധമില്ല എന്ന് പറയാ. മുഅ്മിനീങ്ങളെ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലേ? ആലോചിച്ചോളൂ. ചൊവ്വാഴ്ച തിങ്കൾ മുതൽ വെള്ളി വരെ എന്ത് കല്യാണം ഉണ്ടെങ്കിലും ലീവ് എടുക്കും. എവിടുന്ന്? മദ്രസയിന്ന്. സ്കൂളിൽ നിന്ന് ലീവാക്കൂല. തിരിച്ചൊരു സമുദായം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്ത് അവരുടെ പൊതുപരീക്ഷയുടെ ദിവസങ്ങളിൽ അവർ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കും. മദ്രസയിൽ പൊതുപരീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സ്കൂൾ ഒഴിവാക്കി നിർത്തും. നമ്മളോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലൈസ അലൽ അഅ്മാ ഹറജുൻ, അന്ധന്റെ മേൽ കുറ്റമില്ല. വലാ അലൽ അഅ്റജി ഹറജുൻ, അംഗവൈകല്യമുള്ളവന്റെ മേലും കുറ്റമില്ല. വലാ അലൽ മരീഇ ഹറജുൻ, രോഗിക്കും കുറ്റമില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വമയ്യുതിഇല്ലാഹ വറസൂലഹു, ഇവരുൾപ്പെടെ മുസ്ലിങ്ങളിൽ നിന്ന് ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ, അംഗീകരിക്കുന്നുവോ, പിന്തുടരുന്നുവോ, യുഅ്തികുമുല്ലാഹു അജ്റൻ ഹസന, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരാരായിരുന്നാലും ശരി, യുദ്ഖിൽഹു, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികളൊഴുകുന്ന, അരുവികളൊഴുകുന്ന, ജലസ്രോതസ്സുള്ള സ്വർഗപ്പൂങ്കാവനങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. ഇനിയുള്ളത് നിങ്ങളൊന്ന് വായിച്ചോളി. വമയ്യത്തവല്ല, നിങ്ങളല്ല നമ്മള്, വമയ്യത്തവല്ല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതെ അതിൽ നിന്ന് ആരെങ്കിലും പിന്നോക്കം പോയാൽ യുഅദ്ദിബുഹു, ആ പിന്നോക്കം പോയവനെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ. മദീനയിലെ ബദവി ഗോത്രങ്ങൾക്ക് മാത്രമാണോ അത് ബാധകമാവുക, അതോ എക്കാലത്തുമുള്ള മുസ്ലിമീങ്ങൾക്ക് അത് ബാധകമാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്നിട്ട് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുക. എൻ്റെ വാപ്പാക്ക് എൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും മേലുണ്ടായിരുന്ന അധികാരം എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മേലില്ലാതെ പോകുന്നു എന്നത് മാത്രങ്ങൾ ആലോചിച്ചാൽ മതി. പോരെ? നമ്മളാകുന്ന മക്കൾക്ക് നമ്മളുടെ ബാപ്പയും ബാപ്പയുടെ മക്കളുടെയും നമ്മുടെ ഉമ്മയുടെ മേൽ ബാപ്പയായിരുന്നു അവസാന വാക്ക്, അല്ലേ? ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് വാപ്പ അബുദാബി പോയി 4 കൊല്ലം കഴിഞ്ഞാലും ആ വാക്ക് അവിടെ വാക്കി നിന്ന് പോകൂല. എന്റെ ജ്യേഷ്ഠന് കല്യാണം ആലോചിക്കാൻ പോയി വാപ്പേ, കല്യാണമൊക്കെ കണ്ടിട്ട് ഭാര്യ പെൺകുട്ടിയുടെ വീടൊക്കെ കണ്ടു വന്നിട്ട് ബാപ്പ പറഞ്ഞു അത് നമുക്ക് പറ്റൂല. അപ്പൊ ഉമ്മാനോട് ഉമ്മ ചോദിച്ചപ്പോ ജപോ പറഞ്ഞു, ബാപ്പ അത് മതി, ഒരു മൂളൽ മതി, കഴിഞ്ഞ്. ബാപ്പ പഴയ മിലിറ്ററിയാണ്. അപ്പൊ ഞാനിങ്ങനെ അന്ന് വാപ്പാനോട് ലോകിയുള്ള കാലത്താ, ഞാൻ അറബി കോളേജിലൊക്കെ പോണ സമയല്ലേ, എന്തിയെന്ന് വെച്ച് ഞാൻ, അത് നമുക്ക് പറ്റൂലടാ, അവിടെ അടുക്കളക്കാണ് ഉയരം കൂടുതൽ എന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ അടുക്കളക്കാണ് ഉയരം കൂടുതൽ. 2-3 ദിവസം കഴിഞ്ഞിട്ട് അമ്മാനോട് വെച്ച് എന്താ അങ്ങനെ പറഞ്ഞാല്, പെണ്ണുങ്ങൾക്കാണ് ഭരണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്കാണ് ഭരണം. ഇപ്പൊ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ താഴ്ന്നു കിടക്കല്ലേ, അല്ലേ? ഇപ്പൊ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ താഴ്ന്നു കിടക്കുക, ഭരണം മുഴുവൻ അവിടെയാണ്. അവർ ഭരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമ്മളെയും അവരെയും കൊട്ടക്കോരിയും കയറും കൂടെ കെട്ടിപ്പോകണ ഒരവസ്ഥയിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത് എങ്കിൽ തിരുത്തിയേ മതിയാവൂ. കാരണം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇന്റെ 34-ാമത്തെ ആയത്തിൽ പറഞ്ഞത് റിജാലു ഖവ്വാമൂന അലൻ നിസാന, കുടുംബത്തിന്റെ അധികാരം, കുടുംബത്തിന്റെ നിയന്ത്രണം, ഭരണചക്രം അത് പുരുഷന്മാർക്കാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. ആ വിഷയം വഴിതെറ്റുന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ പറയാതിരിക്കുക. അതും 2 കാരണങ്ങളും പറഞ്ഞത്, ഒന്ന് അള്ളാഹു നൽകിയ പ്രകൃതിദത്തമായ കഴിവ്, മറ്റൊന്ന് സ്വന്തം അധ്വാനം കൊണ്ടാണ് അവൻ കുടുംബം പുലർത്തുന്നത് എന്നതിനാ.
അതല്ലാതെ പോകുന്നതാണ് പ്രശ്നത്തിന്റെ തുടക്കം. 100-150 പവൻ മേടിച്ചു കൊടുന്ന് അതുകൊണ്ട് വീടുണ്ടാക്കി, അതുകൊണ്ടൊരു വണ്ടി മേടിച്ച്, അതുകൊണ്ട് ഗൾഫിൽ പോയി ജോലി ചെയ്ത്, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് ആ വണ്ടിയിൽ ഓളെ കയറ്റി പോകുമ്പോൾ ഓക്ക് തോന്നുന്നത് ഇതിന്റെ ഡ്രൈവറാന്നാണ്. എന്റെ വാപ്പന്റെ പൈസ കൊണ്ട് വാങ്ങിയ വണ്ടിയിൽ ആണ് ഇയാൾ നടക്കുന്നത്, ഇയാളിന്റെ ഡ്രൈവറാന്നാ. അപ്പൊ ഡ്രൈവറോട് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ ആവശ്യമില്ലാത്തത് ചെയ്തതിന്റെ ദുരന്ത ഫലമാണെങ്കിൽ അത് തിരിച്ചു കൊടുത്തോടി, പരലോകം കഴിച്ച് രക്ഷപ്പെടുത്തിയിരിക്കണല്ലോ അല്ലേ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറ ലഖദ് റളിയല്ലാഹു, നോക്കിക്കോളൂ മുസ്ലിമീങ്ങൾ ആരാന്ന്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തനാകുന്നു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തനാകുന്നു. എന്താ കാര്യം അറിയങ്ങള്? ഇത് യുബായഊനക തഹത ശജറ, ആ മരത്തിനു ചുവട്ടിലിരുന്നു കൊണ്ട് അവർ താങ്കളോട് ബയ്യാത്ത് ചെയ്ത ആ കാര്യത്തിൽ എന്ന്. ഏത് മരം? റൂഫിനൊക്കെ എളുപ്പ. മക്കയിൽ നിന്ന് ഹുദൈബിയയിലേക്ക് പോവുക. ഹുദൈബിയയിലൊരു പള്ളിയുണ്ട്. ഹുദൈബിയ പള്ളി കണ്ടല്ലോ നിങ്ങൾ. ഹുദൈബിയ പള്ളിയുടെ മുറ്റത്തൊരു കിണറുണ്ട്. അത് കണ്ടിരുന്നോ? ഒരു റിങ്ങിട്ടിട്ടൊരു ചെറിയ കിണർ അല്ലേ? ആ കിണറിന്റെ അവിടെ നിന്ന് കുറച്ചാട് മുന്നോട്ട് പോയാൽ, മേലേക്ക് കയറി പോയാൽ അവിടെ ചതുരത്തിൽ കെട്ടി ഭദ്രമാക്കിയ ഒരു തറ ഉണ്ടാകും. ആ തറയിൽ ഒരു മരം നിന്നിരുന്നു എന്നാ. ആ മരം ഒരു പ്രത്യേകതയുള്ള മരമാണ്. ആ മരത്തിന് ചുവട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ തടയപ്പെട്ടപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു വെച്ചപ്പോൾ ഇരുന്നിരുന്നത്. ആ മരത്തിന് ചുവട്ടിലിരുന്നു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ നീട്ടിയത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഞാൻ പറഞ്ഞു പോയ സംഭവമാണല്ലോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് പ്രതികാരം ചെയ്തേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചുള്ളൂ, തയ്യാറുള്ളവർ കൈ നീട്ടുവീൻ എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഒന്നടങ്കം കൈവച്ചത് ആ മരത്തിന് ചുവട്ടിലാണ്. ആ ബയ്യത്തിന് ബയ്യത്തുർ റിളവാൻ എന്നാണ് പേര്. അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു ഉടമ്പടി. അതാണ് അള്ളാഹു ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹത ശജറ എന്ന് പറഞ്ഞ ഈ ബയ്യത്താണ് ബയ്യത്തുർ റിളവാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വധത്തിന് ചരിത്രമറിയാവുന്ന ഒരാളുടെ കൂടെ പോയാൽ ഇതൊക്കെ വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയും. ആ കിണറ് ഭദ്രമായി സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഗൈഡിനോട് ചോദിച്ചാൽ ലാതിരി ഇതല്ല എന്നവർ പറയും. പക്ഷെ അതാണ് സാധനം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹറമിലെ ഫഹദ് ഗേറ്റിന് മുകളിൽ ഒരു മക്തബത്ത് ഹറമുണ്ട്, ഹറമിന്റെ ലൈബ്രറി. അവിടെ അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആസാറു മക്ക പരിശോധിക്കപ്പെടുന്ന വലിയ കിതാബുകളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും. അപ്പോ ഇതാണ് സംഭവം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹത ശജറ. കൊണ്ടുപോയിരുന്ന ഉറയിലിടുന്ന സാധാരണ വാളുകളല്ലാതെ മര്യാദക്ക് ഉംറ വസ്ത്രമല്ലാതെ വസ്ത്രം പോലും ഇല്ലാതിരുന്നിട്ടും മക്കാ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ മരണം വരെ പോരാടാം എന്ന് വാക്ക് കൊടുക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നല്ല പറഞ്ഞാൽ, നേരത്തിന് പള്ളിയിലേക്ക് പോരാൻ പോലും ഒഴിവില്ലാത്ത നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവും? ആലോചിച്ചാൽ നമുക്ക് മോഹിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് വല്ല മെച്ചം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ലല്ലോ. ജീവൻ പോയാലും വേണ്ടില്ല, നബിയാണ് വിളിക്കുന്നത്, അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, ഇതാ റെഡി എന്ന് പറഞ്ഞ ഒരു സമുദായം, ഒരു സമൂഹം. ആ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അവരെനിക്ക് തൃപ്തിയാണ്, അവരെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബയ്യത്തുർ റിളവാനിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകമായ പോരിശയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദറിൽ പങ്കെടുത്തവർ കഴിഞ്ഞാൽ പിന്നീട് ബയ്യത്തുർ റിളവാനിൽ പങ്കെടുത്തവർക്കാണ് പോരിശ കൂടുക എന്ന് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. കാരണം അവരാണ് ബദർ കഴിഞ്ഞാൽ പിന്നീട് ജീവത്യാഗത്തിന് തയ്യാറായ, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ റസൂലിന്റെ ഒപ്പം മരണം വരെ നിലനിൽക്കാമെന്ന് വാക്ക് കൊടുത്തവർ. അതിന്റെ പേരിലാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെടുന്നത്. ഇത് യുബായിഊനക തഹത ശജറ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് നോക്കോളി, ഫഅലിമ, അപ്പോ അള്ളാഹ്ക്ക് മനസ്സിലായിട്ടുണ്ട്, മാ ഫീ ഖുലൂബിഹിം,
എന്തായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത് എന്നത് അള്ളാഹുവിനറിയാം. എപ്പോൾ ഉണ്ടായിരുന്നത്? ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നബിയുടെ കയ്യിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വധത്തിന് പ്രതികാരം ചെയ്യാതെ പോകില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അതെന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്നത്? ആ മനസ്സല്ലേ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ടത്? 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ രൂപത്തിൽ മക്കയിലേക്കാണ് മാർച്ച് ചെയ്തിട്ട് അവിടെ ഒരു പോരാട്ടത്തിന് മെനക്കെട്ടാൽ മിക്കവാറും സമ്പൂർണ്ണ പരാജയം ഉറപ്പാണ്. ആ പരാജയം ഞങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്തിലേക്കുള്ള നേർക്ക് നേരെയുള്ള വഴി തുറക്കും. പിന്നെ എന്തിനാ മടിച്ചേക്കണമെന്ന് അവരാലോചിച്ചു അല്ലേ? രണ്ടാമത്തെ അവരാലോചിച്ചത് ഞങ്ങളിൽ ഒരാളെയാണ്. ന്യായത്തിനു വേണ്ടി നിലകൊള്ളാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഞങ്ങളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ ആളോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. അത് ഞങ്ങളുടെ ചോരയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അതിന് പകരം വീട്ടിട്ടേ പോവുള്ളൂ. ഇനി ഈ സമുദായത്തിന്റെ നേർക്ക് കൈവക്കാൻ ഒരാളെ ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ്. മൂന്നാമത്തെ ചിന്ത എന്തായിരിക്കും? ഞങ്ങൾ എങ്ങനെയാണേലും എന്നാണേലും ഞങ്ങൾ മരിക്കും. വലയും ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് നിസാ അല്ല സൂറത്ത് ആല ഇമ്രാൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ മരിക്കുകയോ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരാമെന്നും ഏറ്റിട്ടുണ്ട്. അതിനോളം വലിയൊരു സമ്പാദ്യം നിങ്ങൾക്ക് ദുനിയാവിൽ വേറെ കിട്ടുകയില്ല. അതല്ലേ അവരുടെ മനസ്സിലുണ്ടാവുക? അടുത്ത ആയത്ത് എന്താ പറയുക? വലയും മുത്തും കുത്തിൽത്തും ഇലല്ലാഹി തുഷറൂൻ. അല്ല, നിങ്ങൾ അള്ളാനെ വിട്ട് നിങ്ങളുടെ ദുനിയാ കാര്യങ്ങളിൽ സ്വന്തം കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും നിങ്ങൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവിക മരണത്തിനും സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് വരാനുള്ളത് ഇങ്ങോട്ട് തന്നെയാണ്. ഇത് രണ്ടോടെ ഒരാളുടെ മനസ്സിൽ കയറി നിന്നാൽ അയാൾ എന്ത് വിചാരിക്കും? എന്നാ പിന്നെ മരിക്കണത് അള്ളാന്റെ തൃപ്തിയുള്ള വിഷയത്തിൽ മരിച്ചൂടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അള്ളാന്റെ തൃപ്തിയുള്ള വിഷയങ്ങൾ നമുക്ക് യുദ്ധമല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാണ്. മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. അള്ളാഹുവിന് വേണ്ടി മരണപ്പെടുന്നവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത് മറ്റൊരാൾ കവരാൻ ശ്രമിക്കുമ്പോൾ അത് അയാളിൽ നിന്ന് അത് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെടുന്നവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ അള്ളാഹു തൃപ്തിപ്പെട്ട മേഖലകൾ. ഈ അള്ളാഹു തൃപ്തിപ്പെട്ട മേഖലകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അതിൽ നിന്ന് വഴിമാറി നടക്കാൻ മുസ്ലിമീങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പിടിവിട്ട ദുനിയാമോഹം കണ്ടല്ലേ നോക്കാണി. എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും നല്ലൊരു വീട്, നല്ലൊരു കെട്ടിടം, നല്ലൊരു ബംഗ്ലാവ്, നല്ലൊരു കാറ്, നല്ല ബാങ്ക് ബാലൻസ്, നല്ല തോട്ടം, നല്ല പദവി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കഷ്ടപ്പെടുന്നതിനിടയിൽ നമ്മളിവിടുന്നാണ് പോകുമ്പോൾ പിന്നെ നാട്ടുകാരെ പണിയാണ് അല്ലാഹു മഗ്ഫിർ ലഹു വറഹം. അത് വേണം എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായിഊനക തഹത ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം. ആ ഒരൊറ്റ തീരുമാനം, ആ ഒരൊറ്റ ശുദ്ധ മനസ്സ് അവർക്കുണ്ടായതുകൊണ്ട് ഫഅൻസല സകീനത അലൈഹിം, അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ സമാധാനം ഇറക്കിക്കൊടുത്തു. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല? ടെൻഷനില്ല, പേടിയില്ല, ബേജാറില്ല, പ്രഷറില്ല, യാതൊന്നുമില്ല. ആരോടും ദേഷ്യമില്ല, വഴക്കുമില്ല. സത്യത്തിനോട് സ്നേഹവും അസത്യത്തോട് വെറുപ്പും. അപ്പൊ സത്യവും അസത്യവും തമ്മിലുള്ള ഒരു ഫൈറ്റിനിടയിൽ ഞാൻ സത്യത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊരാൾക്ക് മനസ്സിലായാൽ, സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾക്ക് ശത്രുവിനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകുമോ? ഇല്ലല്ലോ. ശത്രു രാജ്യത്തെ പടയാളിക്ക് നേരെ അവൻ ബോംബിടുന്നതും മിസൈൽ ഉപയോഗിക്കുന്നതും വെടിവെക്കുന്നതും ആ വ്യക്തിയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണോ
അതോ സ്വന്തം രാജ്യത്തോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടാണോ? സ്വന്തം രാജ്യത്തോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ആ രാജ്യസ്നേഹികളെ അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ ജവാനോടും, അത് എത്ര താഴേക്കടയിലുള്ളതാണെങ്കിലും എത്ര ഉയർന്നവരോടാണെങ്കിലും രാജ്യം കാണിക്കുന്ന ആദരവും സ്നേഹവും ബഹുമതിയും എത്രയാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനിടയിൽ, അതിന്റെ ശത്രുക്കളോട് പോരാടുന്നതിനിടയിൽ അള്ളാഹ്ക്ക് വേണ്ടി മരണപ്പെട്ടവരോട് അള്ളാഹുവിനുണ്ടാകുന്ന സ്നേഹം എത്രയായിരിക്കും എന്ന് വെച്ചാൽ മതി, എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? വിവിധങ്ങളായ രക്തസാക്ഷികൾ, വിവിധങ്ങളായ വീരചക്ര, പരമവീരചക്ര, ശൗര്യചക്ര എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യം ആദരിക്കുന്നത് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശത്രുരാജ്യത്തെ കൊള്ളയടിച്ചവനോടോ അല്ലെങ്കിൽ ശത്രുരാജ്യത്തെ പടയാളിയെ കൊന്നവന്റെയോ പേരിലല്ല. അയാൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി രാജ്യസ്നേഹം കൊണ്ട് അയാൾ എന്തിനും തയ്യാറാകുന്നു. എൻ്റെ രാജ്യത്തെ കാത്തുരക്ഷിക്കാൻ ജീവൻ പോയാലും ഞാനത് വിഷയമാക്കുന്നില്ല എന്നിടത്തെത്തുമ്പോൾ സത്യത്തിൽ അയാൾ മരിക്കുകയല്ല അല്ലേ? അയാൾ മരിക്കുകയല്ല, അയാൾ രാജ്യത്തെ ഓരോ പൗരന്മാരുടെ മനസ്സിലും അയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നു. എവിടെ? അള്ളാഹുവിനരികിൽ ജീവിച്ചിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടവർ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ പ്രശ്നം അവസാനിച്ചു. അപ്പൊ എന്താവൂല? ഓല് ജീവിച്ചിരിക്കുന്നുണ്ട്, ഓല ഔലിയാ പാപ്പാരാണ്, എന്നാ കിടക്കട്ടെ ഓലെടുത്തേക്ക് ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ ശിർക്കിലേക്ക് അതൊട്ട് പോവുകയുമില്ല. അപ്പൊ അള്ളാഹുവിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ ജീവൻ വെടിഞ്ഞവരെയും അതിനു വേണ്ടി തീരുമാനമെടുത്തവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അവർക്ക് അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തു, അവർക്ക് വൈരാഗ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ബദറിലോ ഉഹദിലോ ആണ് 10-15 മുസ്ലിമീങ്ങളെ മാരകമായി പരിക്കേൽപ്പിച്ച ഒരാളുമായി അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നേരിട്ട് പോരാടുന്നു. ആ പോരാട്ടത്തിൽ അയാൾ പരാജയപ്പെടുന്നു, അയാൾ വീണു പോകുന്നു. അയാളുടെ ആയുധം അലി റളിയല്ലാഹു അൻഹു പിടിച്ചു വാങ്ങുന്നു, അയാളുടെ പടച്ചട്ട ഊരി മാറ്റുന്നു, അയാളുടെ തൊപ്പി ഊരി മാറ്റുന്നു. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അയാളുടെ കഴുത്ത് നീട്ടിപ്പിടിച്ചിട്ട് വാള് വീശുന്നു. വാള് വീശുന്നതിനിടയിൽ അയാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പുന്നു. ബാക്കി എന്താണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ചക്ക കുത്തിയേരിയുടെ മാതിരി അരി നമ്മളാണെങ്കിലും അല്ലേ? പക്ഷെ അലി റളിയല്ലാഹു അൻഹു ഉയർത്തിയ വാൾ താഴ്ത്തിയിട്ട് മുഖം തുടച്ച് മെല്ലെ എഴുന്നേറ്റ് പോയി. അയാൾ അന്തം വിട്ടുപോയി. അപ്പോ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുന്നു. അന്തം വിട്ട് ഈ ചങ്ങാതി എഴുന്നേറ്റിട്ട് താങ്കൾക്ക് എന്തു പറ്റിയ അലി എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, ഞാൻ നിന്നെ കീഴ്പ്പെടുത്തിയത് നീ എൻ്റെ കൂട്ടുകാരെ ഉപദ്രവിച്ചത് കൊണ്ടല്ല. ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് നീ എനിക്കോ എൻ്റെ കുടുംബത്തിനോ വല്ല ദുരന്തവും ആപത്തും ഏർപ്പെടുത്തിയതിന്റെ പേരിലുള്ള വൈരാഗ്യത്തിനുമല്ല. നീ അസത്യത്തിന്റെ പക്ഷത്താണ്, ഞാൻ സത്യത്തിന്റെ പക്ഷത്താണ്. അസത്യത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി നീ പരിശ്രമിക്കുന്നത് കണ്ടപ്പോൾ അതിനെ അടിച്ചൊതുക്കി സത്യത്തെ വിജയിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ നീ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോട് ദേഷ്യമാണ് വന്നത്. ഞാനിപ്പോൾ നിന്നെ കൊന്നാൽ നാളെ എൻ്റെ റബ്ബിനോട് ചോദിക്കാനിടയുണ്ട്, അലി, നിന്റെ മുഖത്ത് തുപ്പിയ ദേഷ്യത്തിനല്ലേ നീ അയാളെ വെട്ടിയത് എന്ന് ചോദിക്കും. റബ്ബിനോട് അങ്ങനെയൊരു കൊടക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല. അലി എഴുന്നേറ്റ് പോന്നു. പിന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം, അയാൾ അതോടുകൂടി മുസ്ലിമായി എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെ വായിച്ചില്ല സത്യത്തിൽ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് അതാണ്. നമുക്ക് സത്യത്തോട് അതിര് കടന്ന സ്നേഹവും അസത്യത്തോട് അതേപോലുള്ള വൈരാഗ്യവുമുണ്ട്. അതിൽ വെച്ച് അസത്യത്തിന്റെ ആളുകളോട് വൈരാഗ്യമില്ല, അസത്യത്തിന്റെ ആളുകളുടെ കുടുംബത്തോടും ദേഷ്യമില്ല. ആ അസത്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അതിനെതിരെ പോരാടും.
ഒരു ആദർശപരമായ പോരാട്ടം എന്നതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. അതിനപ്പുറം വ്യക്തികളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ പകയോ വൈരാഗ്യമോ ഒരു മുസൽമാന്റെ മനസ്സിലും ഉണ്ടാകാവതല്ല. വഖുൽ ജാഅൽ ഹഖ്ഖു വദഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യമാണ് വന്നിട്ടുള്ളത്, അസത്യം തകരേണ്ടതാണ്, അത് തകരുക തന്നെ ചെയ്യും എന്നതാണ് നമ്മളുടെ നിലപാട്. പക്ഷെ ഇന്ന് ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാട് പിന്നീട് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ യുദ്ധനീതിയുമായി ബന്ധപ്പെട്ട് യുദ്ധനിയമങ്ങളൊക്കെ ആക്കി പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഗ്വാണ്ടനാമോ തടവറയിലും അബൂ ഖുറൈബിലും ഇപ്പോൾ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയുമൊക്കെ ഇതിൻ്റെ നേർ വിപരീതമാണ്. ഇതേ നിലപാടിൽ ലോകത്തിപ്പോഴും ഉറച്ചു നിൽക്കുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമാണ്. അവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളല്ല അവരുടെ മാനദണ്ഡം. അവരോട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിടിക്കപ്പെടുന്നവരോട് മോശമായി പെരുമാറരുത്, ശത്രുക്കളിൽ നിന്ന് പിടിക്കപ്പെടുന്നവരോട് മാന്യമായിട്ടല്ലാതെ പെരുമാറരുത്, സംസാരിക്കരുത്, അവരെ ദേഹോദ്രവം ഏൽപ്പിക്കരുത്, അവരെ അപമാനിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും അവർക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നേരെ ആയുധമുയർത്തുന്നവർക്കെതിരെയല്ലാതെ നിങ്ങളുടെ ആയുധമുയരരുത്. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലെ കാർഷിക വിളകൾക്കോ മരങ്ങൾക്കോ നാശമുണ്ടാക്കരുത്. മഠങ്ങളിൽ വിശ്രമിക്കുന്ന പുരോഹിതന്മാർക്ക് അലോസരമുണ്ടാക്കരുത്. എന്നിട്ടല്ലേ അത് തകർക്കല്. മഠങ്ങളിൽ വിശ്രമിക്കുന്ന പുരോഹിതന്മാർക്ക് അലോസരങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കടന്നു പോകുന്ന വഴിയിലെ മക്കൾ നിങ്ങളെ കണ്ട് ഭയപ്പെടരുത്. സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടരുത്. നാട് സുരക്ഷിതമാവണം. അങ്ങനെ പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അത് ഒന്നുകൂടി വിശാലമാക്കി പറഞ്ഞ്, നിങ്ങൾ പിടിച്ചെടുക്കുന്ന നാട്ടിലെ ഭൂമി, കൃഷിഭൂമി, അത് നിങ്ങൾക്കുള്ളതല്ല, അതതിൻ്റെ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കണം. അവിടെ എന്ത് കൃഷി ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്നത് അവർക്കാണ് അറിയുക. അത് അവരുടെ നാടാണ്, അവരുടെ മണ്ണാണ്, അവരുടെ ഭൂമിയാണ്. അതവർക്ക് നൽകണം. അതവർക്ക് നൽകി അവരവിടെ വിളവെടുക്കുമ്പോൾ വിളയിറക്കുമ്പോഴാണ് രാജ്യത്ത് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുക. എല്ലാം കൂടെ കുഴിബോംബ് വെച്ച് തകർത്തിട്ട് അതിൽ പോകുന്ന പാവപ്പെട്ടവനോട് കൊല്ലണം എന്ന് പറയുന്നതാണ് ആധുനിക നമ്മളെ മുസ്ലിമീങ്ങളെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗം അല്ലേ? കടന്നു എന്നെങ്കിലും ഒരു യുദ്ധം ഉണ്ടായ നാട്ടിൽ കൂടെ ഇന്നും പോയാൽ കുഴിബോംബ് പൊട്ടുന്നിടത്ത് മൈനുകൾ എന്ന പേരിൽ കുഴിബോംബുകൾ നിക്ഷേപിച്ച് മനുഷ്യനെ കൊല്ലുന്ന സംസ്കാരക്കാരാണ് ഇസ്ലാം, തീവ്രവാദമാണ് എന്ന് ഇപ്പോഴും നഗ്നരായി നായകളെ കൊണ്ട് ലൈംഗികാവയത്തിൽ കടിപ്പിച്ചിരുന്ന തടവുകാരുടെ ലൈംഗികാവയത്തിൽ കടിപ്പിച്ചിരുന്ന ഗ്വാണ്ടനാമോയുടെയും അബൂ ഖുറൈബിന്റെയും ആളുകളാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവിടുന്ന് കേട്ടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എന്തായാലും അല്ലാഹു അൻസല സക്കീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച വിജയവും നൽകാനിരിക്കുന്നു. ആർക്ക്? ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിലും കുടുംബത്തിലും നാട്ടിലും വ്യക്തിജീവിതത്തിലും സമാധാനം നൽകി അതിനു പുറമെ അവർക്ക് വമ്പിച്ച പ്രതിഫലവും നൽകാനിരിക്കുന്നു. ആ പ്രതിഫലം കുടുംബപരമാവാം, സാമ്പത്തികമാവാം, മറ്റേത് മേഖലയിലുമാവാം. അതിൻ്റെ ഒക്കെ പുറത്ത് അല്ലാഹു പറയുക മഗാനിമ കസീറത്തൻ യഅഖുദൂനഹ, ഇതിനു പുറമെ അവർക്കിനി ഒരുപാട് യുദ്ധാർജിത സമ്പത്തുകളും അല്ലാഹു കരുതി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പോരാട്ടങ്ങളിൽ അത് ഖൈബറൊക്കെ അതിൻ്റെ തെളിവാണ്. ഈ ഹുദൈബിയയുടെ ശേഷമാണ് ഖൈബർ യുദ്ധം ഉണ്ടാകുന്നത്. ഖൈബർ എന്നത് മദീനയിലെ ജൂതഗോത്രങ്ങളിലെ ഏറ്റവും സമ്പന്നമായ ഗോത്രവും ഏറ്റവും യുദ്ധക്കുവേന വിദഗ്ധരായ ആളുകൾ താമസിച്ചിരുന്ന നാടുമായിരുന്നു.
7 കോട്ടകൾക്കുള്ളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പക്ഷേ മുസ്ലിങ്ങളുടെ മാനസിക ദാർഢ്യത്തിന് മുന്നിൽ എന്ന് പറയുന്നതിനേക്കാൾ മുസ്ലിങ്ങൾ 15ഓ 20ഓ ദിവസം ആ കോട്ട മടഞ്ഞപ്പോൾ പ്രതിരോധിച്ചപ്പോഴേക്ക് അവരുടെ ഈ മാനസിക നിലയും വീര്യവും എല്ലാം തെറ്റി അവർ യുദ്ധത്തിനും ഒന്നിനും നിൽക്കാതെ അവർ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ട് എന്ത് ഉടമ്പടിയും സ്വീകരിക്കാം, നിർദ്ദേശവും സ്വീകരിക്കാം, ജീവൻ തിരിച്ചു തന്നാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് വിനയത്തോടുകൂടി അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, ആയുധങ്ങൾ കൊണ്ടുപോകാവതല്ല, ഒരൊട്ടകത്തിന് പുറത്ത് കയറ്റാവുന്ന ഭക്ഷണ സാമഗ്രികളുമായി ഓരോരുത്തർക്കും പോകാം, ബാക്കിയുള്ളത് ഇവിടെ വെക്കണം, ഒരു സമ്പത്തും വേറെ പോകാവതല്ല. നിങ്ങളുടെ മക്കളെയും കുട്ടികളെയുമായി നിങ്ങൾക്ക് പോകാം, ഒരൊട്ടകപ്പുറത്ത് കയറ്റാവുന്ന ഭക്ഷണ സാധനങ്ങളോ സ്വത്തോ മുതലോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം, ആയുധങ്ങൾ കൊണ്ടുപോകാനും പാടില്ല. അതവർ പൂർണ്ണമായി അംഗീകരിച്ച് അവർ പോയി ആ സ്വത്ത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു അധീനപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുക എന്നത് നമ്മുടെ ഈമാനിന് നേരെയുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അംഗീകരിക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ അതിന്റെ പ്രതിഫലം നൽകും എന്നതിന്റെ തെളിവാണിതും. ധാരാളം ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സമ്പത്ത് എന്നാ പറയാ. ധാരാളം യുദ്ധാർജിത സമ്പത്ത് യൗഖുദൂനഹ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. വകാന അല്ലാഹു അസീസൻ ഹക്കീമ, അല്ലാഹു അസീസാണ്, പ്രതാപിയാണ്, ഹക്കീമാണ്, യുക്തിമാനുമാണ്. അത് യുക്തിഭദ്രമായി തന്നെ നിങ്ങൾക്ക് നൽകാനുള്ള കഴിവും ശേഷിയുമുള്ള പ്രതാപിയാണ് അവൻ. ഇതിനും പുറമെ വഅദകുമുല്ലാഹു മഗാനിമ കസീറതൻ, ഒരുപാട് യുദ്ധാർജിത സ്വത്തുക്കൾ നിങ്ങൾക്ക് പിൽക്കാലത്ത് ലഭിക്കുമെന്നിതാ അള്ളാഹു നിങ്ങൾക്ക് തഅഖുദൂനഹ, നിങ്ങൾക്ക് ലഭിക്കുമെന്നിതാ അള്ളാഹു നിങ്ങൾക്ക് വാക്കും നൽകുന്നു. ഫഅജ്ജല ലക്കും ഹാദിഹി, ഇത് ഇപ്പോൾ ഈ കിട്ടിയത് നിങ്ങൾക്ക് പെട്ടെന്ന് അജലത്തായി ഞാൻ നൽകി എന്ന് മാത്രമേയുള്ളൂ. മറ്റൊന്ന്, ഇതോടുകൂടി വകഫ ഐദിയന്നാസി അൻകും, ജനങ്ങളുടെ കൈകൾ നിങ്ങൾക്കെതിരെ നീളുന്നതിൽ നിന്ന് അള്ളാഹു അവരുടെ കൈകളെ തടയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഹുദൈബിയ സന്ധിക്ക് ശേഷം വലിയ പോരാട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല, വലിയ ശത്രുഭയങ്ങളും ഉണ്ടായിട്ടില്ല. മറിച്ച് എല്ലാവരും ഇസ്ലാമിന് കീഴൊതുങ്ങുകയും ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കുകയും മുസ്ലിമീങ്ങൾക്ക് വാർഷിക നികുതി നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വലിതകൂന ആയത്തല്ലിൽ മുഅ്മിനീൻ, ഇതിന്റെ പിന്നിൽ മറ്റൊന്നുകൂടിയുള്ളത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണിത്, ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. അതിനുമപ്പുറം വയഹ്ദിയക്കും സിറാത്തം മുസ്തഖീമ, സ്ഥിരം മുസ്തഖീമായ ചൊവ്വായ പാതയിലേക്ക് നിങ്ങളെ വഴി നടത്തുക കൂടി ചെയ്തിരിക്കുന്നു അള്ളാഹു. അപ്പൊ എന്തൊക്കെ നിഅമത്തുകളാ നൽകി നോക്കാണ് അള്ളാഹു ഈ സമുദായത്തിന് നേർമാർഗത്തിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴികാട്ടിയിരിക്കുന്നു. അള്ളാഹു ശത്രുക്കളിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ സമുദായത്തിന് സാമ്പത്തികമായ ഒരുപാട് ഉന്നമനങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഒക്കെയും ആർക്കാണ്? ഈ സമുദായം അള്ളാഹു പറയുന്നത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്നവർക്കുള്ളതാണ്. അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇല്ലോടത്തോടല്ല ശിർക്കിനും ബിദ്അത്തിനും ഖുറാഫാത്തിനും മൊത്തത്തിൽ നമ്മൾ ഇറങ്ങി തിരിഞ്ഞിട്ടും നമുക്ക് ഈ കണ്ട ഉയർച്ചയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്നാണ് മാറ്റി നിർത്തി നോക്കിയാൽ അപ്പൊ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാണ്. ശരിയായ ഒരു ഈമാനും തൗഹീദും നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ ഉഖറ, ഈ പറഞ്ഞതൊന്നുമല്ലാതെ വേറെയും കുറെ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ലം തഖ്ദിറു അലൈഹ, ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിട്ടില്ല. ഹവാസിൻ സഖീഫ് ഗോത്രക്കാരും ഹുനൈൻ യുദ്ധക്കാരും ഹുനൈനുകളുമായുണ്ടായ പോരാട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി യുദ്ധം മുതലായി അവർക്ക് ലഭിച്ചിരുന്നതിന്റെ എത്രയോ ഇരട്ടിക്കിരട്ടിയാണ് ഹുനൈനിൽ ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുമായി ഉണ്ടായ യുദ്ധത്തിൽ അവരിവിടെ ഇട്ടുപോയത്. ഓരോരുത്തർക്ക് ചിലർക്കൊക്കെ 4000 ആടുകളും
400 ഒട്ടകങ്ങളും 30,000 വരെ ദീനാറുകളും ഒക്കെ കൊടുക്കാൻ മാത്രം സമ്പത്ത് ഹുനൈനികളുടേതായി, ഹവാസിനുകളുടേതായി. അവർ ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു. അവരുടെ നാട്ടിൽ നിന്ന് അവർക്കൊരു പൊട്ടത്തരുണ്ടായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിമീങ്ങളോടും പോരാടാൻ അവർ തീരുമാനിച്ചത് നമ്മളെ നാട്ടിൽ പറ്റൂല, അവരെന്നും തോറ്റാൽ നമ്മളെ നാടാകും, കുട്ടിച്ചോറാകും, അതുകൊണ്ട് അവരെ നാട്ടിൽ പോയിട്ട് അങ്ങോട്ട് പോരാടാൻ തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത് 30 വയസ്സുകാരനായ മാലിക് ബിനു അനസ് എന്ന് പറഞ്ഞ മാലിക് ബിൻ കഅബ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ടീമിന്റെ നേതാവ്. ആ ചെറുപ്പക്കാരന് തോന്നി എല്ലായിടത്തോളം പെണ്ണുങ്ങളെ കുട്ടികളെയും മൊത്തം കൊണ്ടോണം, എല്ലായിടത്തോളം ആടും ഒട്ടകവും സ്വത്തും ഈത്തപ്പഴവും ഒക്കെ കൊണ്ടോണം യുദ്ധത്തിന്. അപ്പൊ അവരുടെ കൂട്ടത്തിലെ കാരണവരായ യുദ്ധവിദഗ്ധനായ ദുറൈദ് അവരോട് പറഞ്ഞു, മാനെ പാടില്ല, യുദ്ധത്തിൽ രണ്ടും സംഭവിക്കാം. പരാജയപ്പെട്ടാൽ നമ്മൾ തിരിച്ചോടേണ്ടി വരും, നമ്മുടെ ഭാര്യമാർ ആരാന്റെ കൂടെയാവും, നമ്മുടെ മക്കൾ അനാഥരായി പോകും, നമ്മുടെ സമ്പത്ത് പോകും. അതുകൊണ്ട് പോകാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്ന് പ്രതിരോധിക്കുക, സമ്പത്തിനും കുടുംബത്തിനും വേണ്ടി നമ്മൾ ജീവൻ കളഞ്ഞ് പോരാടും, അതാ നല്ലത്. പക്ഷെ ഈ ചെക്കൻ പറഞ്ഞത് ന്യൂജൻ ഒക്കെ ഉൾട്ട ചിന്തയാണല്ലോ. ഈ ചെക്കൻ അപ്പം പറഞ്ഞത് അതല്ല, ഞങ്ങളെ കാലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളെ കാലാണ്, സ്വത്തും മുതലാണ് കൊണ്ടുപോയാൽ അത് വിട്ടിട്ട് ഒറ്റൊന്നും പോകൂല, അവിടെ ഇട്ട് പോരാടി നമുക്ക് അവരെ തോൽപ്പിക്കാം എന്ന്. അങ്ങനെ സ്വന്തം വീടല്ലാത്ത മുഴുവൻ സാധന സാമഗ്രികളുമായിട്ടാണ് അവര് ഹുനൈനിലേക്ക് വന്നത്. സംഗതി ദുറൈദ് പറഞ്ഞ തന്നെ സംഭവിച്ചു. മുച്ചൂടും പരാജയപ്പെട്ടു പോയി. ഈ കൊണ്ടുവന്ന മുതലും വേണ്ടവർക്ക്, ഓരോ പെണ്ണുങ്ങളും വേണ്ടവർക്ക്, ഓരോ കുട്ടികളും വേണ്ടവർക്ക്, ഓരോ വാഹനങ്ങളും വേണ്ട, ഒരു പാഞ്ഞ് കഴിച്ചിലായി പോയി. നേരം വെളുത്തു നോക്കുമ്പോൾ മരുഭൂമിയാകെ കൂടെ സ്വത്ത് മാത്ര. അതാണ് ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന് ശേഷിയില്ല, അത് ഉണ്ടാകുമ്പോൾ അള്ളാഹു അത് വെച്ചിട്ടുണ്ട് എന്നർത്ഥം. കത് അഹാത്തല്ലാഹു ബിഹാ, അള്ളാഹു അത് നിങ്ങൾക്ക് വേണ്ടി ചുറ്റിപ്പൊരിഞ്ഞ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു. വകാന അല്ലാഹു അലാം കുല്ലി ശൈഇൻ ഖദീറ, അള്ളാഹു സർവത്തിനും ശക്തിയുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അല്ലാഹു പറയാ, വലഹു ഖാതലകുമുല്ലദീന കഫറു, ഏത് കാലത്താണെങ്കിലും അവിശ്വാസികൾ നിങ്ങൾക്കെതിരെ ഒരു പട നയിച്ചാൽ, ഒരു യുദ്ധം ചെയ്താൽ, ലവല്ലൗ അദ്ബാർ, നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലവല്ലൗ, തീർച്ചയായും അവർ അദ്ബാർ പിന്തിരിഞ്ഞിട്ടുണ്ടാകും. അതാണ് അവരുടെ ചരിത്രം. തുമ്മലായ ജിദൂന വലിയ മലാനുസ്ഫിറ, ആ പിന്തിരിഞ്ഞോട്ടത്തിൽ നിന്ന് അവരെ പിന്നീട് തടഞ്ഞു നിർത്താൻ അവർക്കൊരു രക്ഷാധികാരിയോ ഒരു നസീർ, ഒരു സഹായിയോ ഉണ്ടാവുകയില്ല. സുന്നത്തല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. നൂഹ് നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം അതാണ്. അല്ലത്തി ഖദ് ഖലത്ത് മിൻ ഖബൽ, പണ്ട് കാലങ്ങളിലൊക്കെയും ഖലത്ത് കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ നടപടിക്രമം അതാണ്. വലൻ തജിദ, നിനക്ക് കാണാൻ കഴിയില്ല, ലിസുന്നത്തില്ലാഹി, അള്ളാഹുവിന്റെ ആ നടപടിക്രമത്തിന് തബ്ദീല, ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു നമുക്ക് കൂടി ഒരു ആശ്വാസവും സമാധാനവുമാണ് നൽകുന്നത്. പക്ഷെ നമ്മൾ അതിന് യോഗ്യത ഉള്ള മുഅ്മിനീങ്ങളായി, മുവഹിദുകളായി ജീവിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ സഹായത്തിന് യോഗ്യതയുള്ള മുത്തഖികളായി, മുഅ്മിനീങ്ങളായി, മുവഹിദുകളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടിലും നമ്മുടെ സമുദായത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.